ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ രാവിലെ 4 മണിക്ക് എണീറ്റ് അപ്പം ഉണ്ടാക്കുകയാണ്. ഇതൊരു 2 മാസം മുമ്പെടുത്ത വീഡിയോ ആണ്. അന്ന് അമ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1.5 മാസമായി അമ്മ മരിച്ചിട്ട്. അമ്മയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കലാണ്. കാരണം 7:30 8 മണിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പം കടകളിൽ ചൂടാറി പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എത്തിക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ചായ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അടുക്കളയിലെല്ലാം ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചൂടാറിയ അപ്പങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കുകയാണ്. ഞാനിന്ന് അതിനെയും കൂടിയിട്ടാണ് കേട്ടോ സീൽ ചെയ്യണത്. അതിനെ അടുക്കളയിൽ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ട്. സാമ്പാർ പൊടി, ചട്നിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൊണ്ടാട്ടമുളക്, കടുമാങ്ങ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ അപ്പം കൊണ്ടുപോകുമ്പോൾ തന്നെ രാവിലെ തന്നെ എത്തിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തിരക്ക് പിടിച്ച് സീൽ ചെയ്ത് വെക്കുക, പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് വേണം, അതിൻ്റെ കൂടെ വേണം നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമുക്ക് അരിക്കൊണ്ടാട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും പാക്ക് ചെയ്ത് കൊടുക്കാൻ നയന അവിടെ സീൽ ചെയ്യുകയാണ്. ഒക്കെ കഴിഞ്ഞു, ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏട്ടൻ അപ്പം കൊണ്ടുപോകുമ്പോൾ ഒപ്പം നമുക്ക് കൊടുത്തയക്കണം. ഇന്നിപ്പോൾ സാധാരണ ഞാനാണ് അപ്പം കൊണ്ടുപോകാറുള്ളത്. ഇന്നിപ്പോൾ ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഏട്ടനാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് രാവിലെ ഊണാണ് കേട്ടോ. അപ്പത്തിൻ്റെ പണിയും അത് കൊണ്ടേ കൊടുക്കലും ഒക്കെ ആകുമ്പോൾ നമുക്ക് അധികം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏട്ടൻ പൂജയ്ക്ക് പോകും. അപ്പോൾ എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. ഏട്ടനൊരു പെലയാണ്, വലിയമ്മ മരിച്ചിട്ട്, അതുകൊണ്ടൊന്ന് പൂജയില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കലും ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കലാകുമ്പോൾ നമുക്ക് രാവിലെ പലഹാരപ്പണി പറ്റില്ല. പിന്നെ വയസ്സായ അമ്മയുണ്ട്, എൻ്റെ അമ്മ ഉണ്ട് ഇവിടെ. പിന്നെ സ്കൂളുള്ള കാലത്താണെങ്കിൽ നയനയ്ക്ക് സ്കൂളിലേക്ക് പോകാറാകുമ്പോഴേക്കും ചോറാവും വേണം, ചിക്കയ്ക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഒക്കെ കൂടി രാവിലെ ഊണാണ്, രാത്രിയാണ് ഇവിടെ പലഹാരം. അപ്പോൾ നമുക്ക് ഇന്നും രാവിലെ ഊണാണ്. അതിനൊരു വിഭവം ഉണ്ടാക്കുകയാണ്. ഒരു വഴുതനങ്ങ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സ്പെഷ്യലെന്ന് പറയാനില്ല, പഴയ നാടൻ ഒരു വിഭവമാണ്. ഇത് ചന്തമുളക് നല്ലോണം വറുത്തെടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ വഴുതനങ്ങ നല്ലോണം വഴറ്റിയെടുത്തിട്ട് ചെറിയ ഉള്ളി പച്ചയ്ക്ക് ചാലിക്കുക, പുളിങ്ങി വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതുണ്ടാക്കുക വെച്ചിട്ടാണ്. ഇത് വറ്റിയ എണ്ണയിൽ നിന്ന് നമ്മൾ ഒരു വലിയൊരു വഴുതനങ്ങ എടുത്തിരിക്കണം. ഇവിടെ ഉണ്ടായ വഴുതനങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം, നല്ലോണം വഴറ്റിയെടുക്കണം. പച്ചള്ളി ചേർക്കണം. വേണമെങ്കിൽ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചൂടൊന്നും അറിയിട്ട് വേണം ഇതൊന്ന് പുളിങ്ങയും കൂട്ടിയിട്ട് നല്ലോണം ഞെരടി പിഴിഞ്ഞെടുക്കുക. ഉപ്പും ചേർക്കുക. ചന്തമുളക് വറുത്ത എണ്ണ ഇതിലേക്ക് ചേർക്കുക. ഇത് ഉപ്പും പുളിങ്ങിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാറിയാൽ കൈ കൊണ്ട് നല്ലോണം ഞെരടി പിഴിയാം. നല്ല ടേസ്റ്റായിട്ടോ, ഉണ്ടാക്കി നോക്കൂ. അടുത്തതായിട്ട് ഉച്ചയൂണിൻ്റെ വിഭവം സാലഡാണ് കേട്ടോ. അതിന് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണ്. സാലഡിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യാനുണ്ട്. ഫ്രൈ അല്ല, സോയാബീൻ പെരട്ട് ഉണ്ടാക്കാനുണ്ട്. കാബേജ് ഉപ്പേരിക്കാണ്, അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അടുത്ത് നമ്മൾ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കാബേജൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഒരു തുള്ളി തളിച്ച് കൊടുത്താൽ മതി, അടച്ച് വയ്ക്കുകയാണ്. അത് വെന്തതിന് ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും നാളികേരമൊക്കെ കൂടി ചതച്ചത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാബേജ് ഉപ്പേരിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്നും കൂടി അങ്ങനെ വെള്ളം വലിഞ്ഞാൽ മതി. അടച്ച് വെച്ച് നല്ലോണം വേവിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സോയാബീൻ പെരട്ട് റെഡിയാക്കുകയാണ്. സോയാബീനിൽ മസാലയൊന്നും പുരട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം വഴറ്റി അതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുത്ത് അതിന് മുന്നേയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ സോയാബീനും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയാബീൻ പെരട്ടും റെഡിയായി. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതും റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ശ്രീലാകം വെടിപ്പാക്കുകയാണ്. അങ്ങനെ 2 ദിവസം കൂടുമ്പോഴാണ് നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കും. മെഴുക്കൊക്കെ ഉണ്ടാവില്ല എണ്ണയുടെ. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്മ ഒരു 10 ദിവസം മുന്നേ ഒന്ന് വീണു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മുറിയുണ്ട് തലയിൽ. അപ്പോൾ അതൊന്ന് ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മയുടെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. വിചാരിച്ചിട്ടില്ല ഒട്ടും. ഇത് കഴിഞ്ഞ് ഒരു മാസം പോലും അമ്മ ഇരുന്നില്ല. അപ്പം അങ്ങനെ അമ്മയെ ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അന്നൊന്നും ഒട്ടും വേറൊരു പ്രത്യേകിച്ച് വയ്യായി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയെ ഡ്രസ്സ് ചെയ്യിച്ച് തിരിച്ച് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ്. നയനയ്ക്ക് സ്കൂൾ ബാഗ്, അങ്ങനെ സ്കൂളിലേക്ക് ആവശ്യമുള്ള ബുക്സുകൾ, ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ.